എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എളുപ്പത്തിലൊരു മീൻകറി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഏകദേശം ഒരു 50 ഗ്രാം പുളിയോളം ഉണ്ട്. ഇത് നമ്മളെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും ഇട്ട് ഇത് നമുക്കിനി അടുപ്പിൽ വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, ഇതുപോലുള്ള ഉലുവായും ചേർത്ത് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പുളിയും ഉലുവായും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് അതവിടെ ഇരുന്ന് ഒരടുപ്പിലിരുന്ന് നന്നായിട്ട് തിളച്ച് വരണം. അത് നമുക്ക് വേറൊരു മൺചട്ടി എടുത്ത് ഗ്യാസ് ഓണാക്കി അതിൽ വെച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവറോ വെളിച്ചെണ്ണ ആകാം, അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. നമ്മളെ ചേർക്കുന്നത് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇതിലും അല്പം കുറച്ച് ഉലുവായും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവായും പൊട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇടത്തര ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി കഷ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി അല്പം മുളക് പൊടി, അതായത് 1.5 ടേബിൾ സ്പൂണോളം ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയും അതേ അളവിൽ തന്നെ എരിവുള്ള മുളക് പൊടിയും ആണ് ഇതെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ മിക്സിന് നന്നായിട്ട് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അവിടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്യാസ് ഓഫ് ആക്കാം. നമുക്കൊരല്പം ഒരു പിഞ്ച്, നമ്മൾ നേരത്തെ പുളിക്കകത്ത് പുളി തിളപ്പിച്ചപ്പെട്ടി അതിനകത്ത് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് അത് നോക്കിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കയ്യിൽ വെച്ചൊന്ന് ഞെരടിയേച്ച് ഇടുമ്പം നല്ല മണം പുറത്തേക്ക് വരും. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി. ഇനി നമുക്ക് ഗ്യാസിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുളകിൻ്റെ മിക്സ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരും. ഇവിടെ മുളക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എണ്ണ നന്നായിട്ട് നമുക്ക് തെളിഞ്ഞ് വരുമ്പോഴാണ് വഴറ്റിയെടുക്കുന്നത് എന്ന് മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിയുടെ വെള്ളം, അതായത് പുളിയുടെ കഷ്ണങ്ങൾ മാറ്റിയിട്ട് ആ വെള്ളവും ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കുറേശ്ശെ കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുക. നമ്മൾ സൈഡിലൊക്കെ മുളകൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം കൂടെ ഈ വെള്ളത്തിലേക്കൊന്ന് അലിയിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മൂത്തത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുള്ളൂ. അതുകൊണ്ട് എല്ലാ സൈഡിലും ഇരിക്കുന്ന മിക്സ് ഒന്ന് വെള്ളത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മിക്സിനെ ഒന്ന് തിളയ്ക്കട്ടെ. കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെ നമുക്ക് ഈ തിളച്ച് വന്ന മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് മീൻ കഷ്ണമായാലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത മീനാണിത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് തവിക്ക് കോരി മീനിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
എരിവും പുളിയൊക്കെ അവരവരുടെ ആവശ്യാനുസരണം ചേർക്കുക. പിന്നെ ഞാൻ ഈ തിളപ്പിച്ച പുളിക്കഷ്ണം ഇതിലേക്ക് ചേർത്തിട്ടില്ല. പുളിയുടെ ആ വെന്ത വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മീന് നല്ല പുളിരസം വരും. അതുകൊണ്ട് കഷ്ണങ്ങൾ പിന്നെ ഇടേണ്ട കാര്യമില്ല. പുളിയൊക്കെ ഏറെ വേണ്ടവർക്ക് അതിനനുസരിച്ച് കഷ്ണങ്ങൾ നമ്മുടെ വെള്ളത്തിൽ ഇട്ട് നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് ആ പുളിയിലെ സത്ത് മുഴുവൻ ആ വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഏകദേശം കഴുകി വെക്കുമ്പോൾ തന്നെ നമ്മൾ ആ പുളി വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് പുളി ഇറങ്ങി വരും. അപ്പോൾ അതൊന്നതിന് ചെറുതായിട്ടൊന്ന് തണുക്കുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് പുളിയുടെ സത്തിറങ്ങി ഇതിൽ ചേരും. മീഡിയം ഫ്ലെയിമിലേ ഇത് വേവിച്ചെടുക്കാവുള്ളൂ. ഒത്തിരി തീ വെച്ച് കഴിയുമ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പൂണിട്ടൊന്നും ഇളക്കരുത്. ഇനി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് സ്പൂണൊക്കെ ഇടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻകറി ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ സൈഡിൽ കൂടെ ഒന്ന് സ്പൂണ് കടത്തി നോക്കാം. നടുക്കൂടെ പതിയെ കഷ്ണങ്ങൾ പൊടിയാതെ ഒന്ന് ഇളക്കി നോക്കുക, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ടാണ്. പിന്നെ നമുക്ക് ഈ നമ്മളെ ഇളക്കി അതിന് ശേഷം നമ്മളെ ഇനി മൂടി വെച്ചു. അത് കഴിഞ്ഞ് ഒന്ന് ചാറ് അല്പം കൂടി ഒന്ന് പറ്റി വരുന്നിടം വരെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചിട്ട് കുറച്ചുകൂടി ചാറൊന്ന് പറ്റാനായിട്ടുണ്ട്. അതുകൂടെ പറ്റുന്നിടം വരെ ഇത് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം കൂടി കുറുകണമെന്നുള്ളവർക്ക് അല്പം കൂടി അടുപ്പിൽ വെച്ച് ഇത് പറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ തീ ഓഫാക്കിയാണ്. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്.